എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞാനൊരു സയന്റിസ്റ്റ് ആണ്. എന്റെ പേര് ദിമോത്തി, MA LLB BHS DMS ഹെർക്കുലീസ് ഫ്രം ഈവനിങ്. MA LLBയോ? ഞാൻ ഈ ബിരുദങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ലാസ്റ്റ് എന്തോ പറഞ്ഞല്ലേ, അതിന്റെ വൈകുന്നേരത്തെ ബിരുദാനന്തര ബിരുദ. വേറെ LLB അത് വൈകുന്നേരത്തെ ബിരുദാനന്ദ ബിരുദം കയറി വന്നതാണ്. കുഴപ്പമില്ല. ഐ ആം ദിമോത്തി, സയന്റിസ്റ്റ് ആണ്. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഒരു ന്യൂസ് കണ്ടു കാണും. അപ്പം നമ്മുടെ ഇടയിലുണ്ട്, നമ്മൾ അറിയാതെ. അത് താങ്കളാണ്. അല്ലല്ല, ആ അന്യഗ്രഹ ജീവിയും നമ്മളുടെ ഇടയിലുണ്ട്, നമ്മൾ അറിയാതെ. അത് വേഷം മാറിയാണ്. ചിലപ്പോ നമ്മളത് മനുഷ്യനാന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. പക്ഷെ പിന്നീട് അറിയുന്നത് ഏലിയനാണ്. ഞാൻ എന്റെ ഒരു ഗവേഷണം അതിനു വേണ്ടി കുറച്ച് ചെലവഴിച്ചു. അതിനെ ഞാൻ കണ്ടെത്തി. അത് നിങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ്. ഏലിയനെ കണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേഷം മാറിയ ഏലിയനെ ആക്ച്വലി സാറ് കണ്ടുപിടിച്ചു. അന്യഗ്രഹ ജീവിയുടെ പേര് പ്യൂപ്പി. വെൽക്കം പ്യൂപ്പി. എനിക്ക് ഇതിലൊക്കെ ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ന്യൂസ് വൈറലായപ്പോഴത്തേക്ക് അപ്പൊ തൊട്ട് എനിക്ക് ഇതിനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ക്യൂട്ടാട്ടോ. ഈ നമ്മുടെ ഈ റാമ്പിൽ ഒന്ന് ഒന്ന് നടന്ന് കാണിക്കാം പ്യൂപ്പി, അവരുടെ ആഗ്രഹമല്ലേ. Hi Pupi. Yes. How are you? I'm fine. Oh, nice meeting you. My name is Pupi. Me Shukran. ചുക്കറിലാണ്. ചിലപ്പോ ചുക്കറിലും വരും, ചൊവ്വയിലും വരും, ചിലപ്പോ നെപ്റ്റ്യൂണിൽ വരും, പ്ലൂട്ടോയിൽ പോകും. പ്ലൂട്ടോയിലാണ് ഞാൻ സ്ഥിരതാമസം. അല്ല, ഈ പ്ലൂട്ടോയില് കണ്ണാടി ഒന്നുമില്ലേ? ഇത് മൊത്തം കുത്തി വരച്ച് വെച്ചേക്കുന്നത്. കുത്തി വരച്ചതല്ല, പിന്നെ ഞങ്ങളുടെ പ്ലൂട്ടോയിലെ ഏറ്റവും നല്ല സുന്ദരനാണ് ഞാൻ. ആ സുന്ദരനായ എന്നെ ഈ തിമോത്തി സാർ കണ്ടുപിടിച്ച് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കൂ. സാർ, ഈ ഗ്ലാസ് വെച്ച സാറിനെ എനിക്ക് നല്ല പരിചയം തോന്നുന്നു. എങ്ങനെ സാർ ഗ്ലാസ് ഒന്ന് വരുമോ? യെസ്, വെരി നൈസ്. പരിചയമുണ്ടോ? ഇദ്ദേഹം ഒരു സിനിമാടനാണ്. അതെ, ഞാൻ സിനിമയൊക്കെ ഉണ്ടോ? തിയേറ്റർ ഉണ്ടോ? നെപ്റ്റ്യൂണിലെ നൂൺ ഷോ ഉണ്ടായിരുന്നു, ഷക്കീല പടം. അത് കാണാൻ വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഓടി നൂൺ ഷോയ്ക്ക് കയറി. പക്ഷെ ഷക്കീല കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മൊത്തം ഇദ്ദേഹവും പിന്നെ കുറച്ച് ആൾക്കാരും ഫൈറ്റ് ഇടി. ഞാൻ അങ്ങനെ പരിചയമുണ്ട്. ഓ, മറ്റേ ചോട്ടാ മുമ്പേ സിനിമ. എന്റെ സിനിമ ഈ നെപ്റ്റ്യൂണിലൊക്കെ എന്റെ സിനിമ വരാറുണ്ടോ? പിന്നെ ഞങ്ങളുടെ തിയേറ്ററിലൊക്കെ എപ്പോഴും റിലീസാണല്ലോ. വേൾഡ് വൈഡ് റിലീസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം വരുമല്ലേ. ഈ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇവരുമായിട്ട് പങ്കുവെക്കണമല്ലോ. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? അവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിക്കറിനൊക്കെ ഭയങ്കര വിലയാണെന്നാണ് സാറ് പറഞ്ഞത്. സാർ അവിടെ ഫുൾ ടൈം വെള്ളമടിയായിരുന്നു. അവിടുത്തെ കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കണ്ട കാഴ്ച, ഈ സൈക്കിളിലൊക്കെ നമ്മൾ കെറ്റിലിന്റെ അകത്ത് ചായ കൊണ്ടുപോകും എന്ന് പറഞ്ഞ പോലെ കെറ്റിലിന്റെ അകത്ത് സൈക്കിളിൽ മദ്യം കൊടുക്കുകയാണ്. ഒരു പെഗിന് വെറും 10 രൂപയുള്ളൂ. ഇത് വെള്ളം കുടിച്ച് അവിടെ അലറി വിളിച്ച് നടക്കുമായിരുന്നു. അതങ്ങനെ അത് തന്നെ ലേട്ടാ. ഈ നമ്മുടെയൊക്കെ വീട്ടില് ഒരു രാത്രി 8 മണി 9 മണി കഴിഞ്ഞ പിന്നെ ഭാര്യമാര് വഴക്കിടുമല്ലോ. ഭർത്താക്കന്മാര് പുറത്തു പോയി കഴിഞ്ഞാല്, നിങ്ങൾ 8 മണി കഴിഞ്ഞ് അവിടെ പോരുന്നു, അവിടെ കൂട്ടുകാരന്റെ കല്യാണം വീട്ടിൽ പോയി അടിക്കാൻ പോയതല്ലേ, സിനിമയ്ക്ക് പോയതല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കൂലേ? അതൊക്കെ ഇവിടെ എപ്പോഴും അങ്ങനെ. നെപ്റ്റ്യൂണിൽ അങ്ങനെയില്ല, അങ്ങനെയില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ വീട്ടിൽ രാത്രി 8 മണിക്കോ 9 മണിക്കോ ചെന്നാലും ഒരു പ്രശ്നമില്ല. അതെന്താ പ്രശ്നം ഇല്ലാത്ത? എന്താ? എന്റെ ഭാര്യ 12 മണിക്കല്ലേ വരുന്നത്, പിന്നെ എന്താ പ്രശ്നം? കാരണം വെച്ചാൽ ഞാൻ ഇവിടെ കണ്ട ഒരു കൾച്ചർ അങ്ങനെയാണ്. നമ്മൾ ഭാര്യമാരുടെ മുമ്പിൽ ഒന്ന് വിധേയപ്പെട്ടാൽ എന്താ കുഴപ്പം? നെപ്റ്റ്യൂണിലൊക്കെ എന്ത് സമാധാനം. സാറ് വന്നപ്പോ എങ്ങനെയില്ലായിരുന്നു? അങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൊവ്വയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. ഗേൾസിനാണ് ഞാൻ ആദ്യം മുൻഗണന കൊടുക്കുന്നത്. ഓണത്തിന് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെ, സത്യം പറയാം, ഓണത്തിന് ഇദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാമിലെ മെയിൻ പുള്ളിയാണ്. അപ്പം ആങ്കർ ചെയ്യാൻ ഒരാള് വേണം. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഏലിയൻസിന്റെ നാട്ടിലേക്കല്ലയോ നമ്മൾ ഈ ചെല്ലുന്നത്? എനിക്ക് വരാൻ താല്പര്യം. അവർക്കൊരു മനുഷ്യനെ കാണാൻ അവർക്കൊന്നും ഇതുണ്ടാവില്ല. അപ്പൊ ഞാൻ വരാം. അത് ചൊവ്വയിലേക്ക് വരാം, പക്ഷെ വേറെ കണ്ടീഷൻ ഉണ്ട്. ചൊവ്വാദോഷമുള്ളവർക്ക് ആർക്കും ചൊവ്വയിലേക്ക് പോകാൻ പറ്റില്ല. വിസ അടിച്ചു തരില്ല. വിസ അവിടെ വിസ അടിക്കണം. 2 എലി വേണോ? എന്തോ ഒരു എലിയും പോരെ? 2 എലിയും ആവശ്യമുണ്ടോ? 2 എലി എന്ന് ഉദ്ദേശിച്ചേ
ഓൾറെഡി ഏലിയൻസ് ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു ഏലിയൻ ഇദ്ദേഹത്തിന്റെ നെയിം ഏലിയൻ. ഞങ്ങളുടെ ഇവിടെ ഇന്ത്യയിലെ ഏലിയൻ ആണത്. ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടിനെയാണ് അല്ല എന്നെ കൊണ്ടുപോകും. എനിക്ക് വരണം. ഞാൻ ഒരുപാട് വിദേശ പരിപാടിക്ക് പോയിട്ടുണ്ട്. മേഡത്തെ കൊണ്ടുപോകും. മേഡം നല്ല താണ്ഡവം ആടുമല്ലോ. എനിക്ക് അവിടെ തീർച്ചയായും അതിലൊന്നും ഒരു കാര്യമില്ല. അമേരിക്കയിലും ഗൾഫിലൊന്നും പോയിട്ടൊരു കാര്യമില്ല. പോണെങ്കിൽ ഇങ്ങനെ ചൊവ്വായിൽ പോണം. അതെ എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് വരാൻ പറ്റുമോ? മേഡം ജസ്റ്റ് ഒന്ന് വരുമോ, ഒന്ന് കാണട്ടെ, ഒന്ന് കണ്ടോട്ടെ. കാരണം എനിക്ക് എന്നോടൊപ്പം അവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യേണ്ടിയിരിക്കും. അതെ അതെ. അപ്പൊ മേഡവും ഇദ്ദേഹം ആങ്കർ ചെയ്തിട്ട് ഞാൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു ഡാൻസ് പെർഫോമൻസ് ഇവിടെ ഒന്ന് കാഴ്ചവെക്കുക. ഡാൻസും ചെയ്യണോ? ഡാൻസ് ചെയ്തു. ലേഡീസ് വിഷയത്തിൽ അല്ല നമ്മളല്ലേലും ഷോ ഏലിയൻ ആയതുകൊണ്ട് കുറച്ച് നീറ്റ് ആയിരിക്കും. വർത്താനം പറയുമ്പോ ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അല്ലേ? സാർ ഒരു മ്യൂസിക് ഇട്ട് തരുവായിരുന്നെങ്കിൽ. ഡാൻസിന് ഒരാളെന്ന് പറയണ ഒരു ടേക്ക് കൂടെ ഉണ്ടോ? ഏത് ജീവിയാണ് നിങ്ങളോടല്ലേ നിങ്ങൾ സമ്മാനപ്പെടുക സാർ? തിമോത്തി സർവായി. എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ സാർ? ആരാണ് നീ? ഞാൻ ശുക്രൻ അല്ലെങ്കിൽ ഫ്ലൂട്ടോ അല്ലെ ചൊവ്വ. നീ അന്യഗ്രഹ ജീവി അല്ലെന്ന് ഞാൻ പറഞ്ഞാലോ? ആണ് ഞാനാണ് കണ്ടുപിടിച്ചത്. ഇവൻ അന്യഗ്രഹ ജീവി അല്ല. നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിൽ അതുപോലെ ഉണ്ട്. അതാണ് നമുക്ക് മനസ്സിലാവത്തില്ല. നീ അന്യഗ്രഹ ജീവിയാണ്. എന്താണ് നിന്റെ തെളിവ്? സാർ സമാധാനപ്പെടൂ. നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. അതെ, ഞാൻ അന്യഗ്രഹ ജീവിയാണ്. തെളിവെന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും പൂക്കളുണ്ട്, പക്ഷെ എനിക്ക് പൂക്കളില്ല. ശരിയാണല്ലോ, പൂക്കളില്ലല്ലോ. ശരിയാണ്, നമുക്ക് പൂക്കൾ കൂടി ഉണ്ടായിരുന്നു. പൂക്കൾ ഉണ്ടായതുണ്ടോ? പാടുണ്ട്, പക്ഷെ അവന് പൂക്കളില്ല. കാണിച്ചാ നീ അധികം ചോദിക്കണ്ട കേട്ടോ, ഇല്ലെന്ന് പറയും. തിക്കറൊട്ടിച്ചോണ്ട് വന്നിട്ട് ഇവൻ ഏലിയനാണ്. ഇവൻ ആരാന്നറിയാമോ? ശരി, ഇവൻ ശരിക്കും ഒരു വിവാഹ വീര തട്ടിപ്പനാണ്. ഇവനൊരു ഞാൻ പറയും ഇവനൊരു വിവാഹ തട്ടിപ്പ് വീരനാണ്. ഇവൻ എല്ലാ ജില്ലകളിലും ഇവന് പിന്നെ കാമുക ഭാര്യമാരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വൃത്തിയായിട്ടവനാണ്. ഇവ പെണ്ണുങ്ങളെ പറ്റിക്കുന്നവനാണ്. ഇവ വിവാഹമോഹം നൽകി നമ്മളെ പറ്റിച്ചോടിക്കും. ഒരുപാട് പേര്. ഇവൻ ഇവിടെ വന്നത് നിങ്ങളെ രണ്ടുപേരെയും പറ്റിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനാണ്. പക്ഷെ സാറൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ അതിൽ വീടില്ലെന്ന് ഞങ്ങൾക്ക് ഓൾറെഡി ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്ക്രിപ്റ്റ് ഞാനാണോ എഴുതിയത്, നിങ്ങളാണോ എഴുതിയത്? ഞങ്ങൾക്ക് അറിയാം. എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുന്നതാണോന്നറിയില്ല. സാറിനെ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. എന്നെ എവിടെയാണ് നിങ്ങൾ കണ്ടത്? സാറല്ലേ മറ്റേ യൂട്യൂബറെ പൊക്കാൻ മറ്റേ ലൈസൻസ് മുറിച്ച്? അതെ അല്ലേ? ആദ്യത്തെ സ്കിറ്റില് അതേ ഞാൻ തന്നെയാണ് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നതല്ലേ. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ 4 പേര് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യത്തെ സ്കിറ്റിൽ വന്നപ്പോൾ എനിക്ക് കൊമ്പം മീശ ഇല്ലായിരുന്നു. നിങ്ങൾ എന്റെ മീശയിൽ ശ്രദ്ധിക്കൂ, എന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കാതെ. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, മീശയിൽ ശ്രദ്ധിക്കാതെ സ്കിറ്റിന്റെ കൗണ്ടറുകളിൽ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ മെച്ചപ്പെടാം. സാർ ഒരു ചോദ്യം, ഇയാൾ ആരായിരുന്നു? ഒരു വിവാഹ തട്ടിപ്പ് വീരൻ. ഒപ്പിച്ചതാലും